ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന 2 ടൂൾസിനെ കുറിച്ചാണ്. ഒന്ന് മൂവ് ടൂളും ഒന്ന് ആർട്ട്ബോർഡ് ടൂളും. മൂവ് ടൂൾ എന്താണെന്ന് നോക്കാം. ഇതിനകത്ത് കുറേ സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. QR കോഡും സ്റ്റോണും അതുപോലെ പരുന്തും ഇതൊക്കെ എനിക്ക് മാറ്റണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വെക്കണമെങ്കിൽ എനിക്ക് മൂവ് ടൂൾ എടുത്ത ശേഷം എനിക്ക് എന്ത് ചെയ്യും, ഇങ്ങോട്ട് മാറ്റാൻ നേരം എന്ത് ചെയ്യും, മാറുന്നുണ്ട്, ഇത് മാറുന്നുണ്ട്, ഇവിടെയും മാറുന്നുണ്ട്. അപ്പോൾ ഈ മൂവ് ടൂളിൻ്റെ പ്രത്യേകത മൂവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ലെയറിനെ സെലക്ട് ചെയ്യാനും പറ്റും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എനിക്ക് ഇവിടെ മാറുന്നുള്ളത് നമുക്ക് ക്ലിക്ക് ചെയ്ത് ചെയ്യുമ്പോൾ എനിക്ക് മാറുന്നുള്ളതായിട്ട് കാണാം. അതെന്തുകൊണ്ടെന്നാൽ ഇവിടെ ഓട്ടോ സെലക്ട് ഓണായി കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഓട്ടോ സെലക്ട് ഓഫായാണ് കിടക്കുന്നതെങ്കിൽ ഇവിടെ ലെയറുകൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഞാനിവിടെ ഓട്ടോ സെലക്ട് ഓഫ് ആക്കി ഇടുകയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ പരുന്തിനെ മൂവ് ചെയ്യാൻ പറ്റുന്നു നോക്കുന്നു, പറ്റുന്നില്ല. സ്റ്റോണിനെ മൂവ് ചെയ്യാൻ പറ്റുന്നു നോക്കുന്നു, പറ്റുന്നില്ല. കാര്യം ഇവിടെ QR കോഡാണ് സെലക്ട് ആയി കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഈഗിളിനെ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഈഗിൾ സെലക്ട് ആയല്ലോ, അതിനുശേഷം ഞാൻ മാറ്റാൻ നോക്കാൻ നേരം പറ്റുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ചെയ്താലേ എനിക്കിവിടെ മാറ്റാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ എളുപ്പ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ സെലക്ട് ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ മാറിക്കോളും. നോക്കാം, നമുക്കിവിടെ QR കോഡ് ക്ലിക്ക് ചെയ്യാൻ നേരം ഇവിടെ ലെയർ മാറിയത് കണ്ടോ? ആ ലെയർ മാറിയ ശേഷം എനിക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതാണ് ഇവിടെ ഓട്ടോ സെലക്റ്റിൻ്റെ പ്രത്യേകത. അപ്പം മൂവ് ചെയ്യാനും പറ്റും, ലെയറിനെ സെലക്ട് ചെയ്യാനും മൂവ് ടൂൾ കൊണ്ട് പറ്റും. അടുത്തത് ആർട്ട്ബോർഡ് ടൂളാണ്. അതിനായിട്ട് നമ്മൾ മൂവ് ബട്ടൺ അവിടെ ചെന്ന ശേഷം, ഞാനിപ്പോൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവിടെ മൂവ് ബട്ടൺ അവിടെ ചെന്ന ശേഷം റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർട്ട്ബോർഡ് ടൂൾ നമ്മൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത് യൂസർ എക്സ്പീരിയൻസിൽ, അതായത് UX ഡിസൈനിങ്ങിന് വേണ്ടിയാണ് നമ്മളിത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, അതിനായിട്ട് ഞാൻ ഇപ്പുറത്തൊരു പേജ് എടുത്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മൊബൈലിൻ്റെ ആപ്ലിക്കേഷനോ അല്ലെ വെബ്സൈറ്റുകളോ അതൊക്കെ നിർമ്മിക്കുന്നതിന് മുൻപേ അതിൻ്റെ ഒരു മോക്കപ്പ് നമ്മൾ ചെയ്യും, ഒരു സാമ്പിൾ നമ്മൾ ചെയ്യും. ഇതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജാണ് വരുന്നത്, ഇതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോകും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആമസോൺ ആയിക്കോട്ടെ, എന്ത് മൊബൈൽ യൂസ് ചെയ്യുന്ന ഏത് ആപ്പും നമ്മളിപ്പോൾ അതിന് മുമ്പ് ഒരു ഡെമോ, ഇപ്പോൾ ഞാൻ ഈ എൻ്റെ മൗസിൻ്റെ കർസർ നോക്കിയാൽ പോലെ ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ എക്സ്പ്രസ് ചെക്കിൻ അതേ ക്ലിക്ക് ചെയ്ത് ഞാൻ വരുന്ന പേജായിരിക്കും ചിലപ്പോൾ ഇത്. അതല്ലെങ്കിൽ ഇവിടെ ഈ ഒരു പെന്നിൻ്റെ സിമ്പിളെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോൾ ദ ഡോക്ടറെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതായിരിക്കും പേജ്. അല്ലെങ്കിൽ നോ താങ്ക്സെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏത് പേജ് വരണം എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജ് വരണം, അല്ലെങ്കിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏത് പേജ് വരണം. അതിനായിട്ട് നമ്മളൊരു ഡെമോ ചെയ്യും ആദ്യമേ. അതായത് ഇങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞ് അതായത് ഈ പറയുന്ന ക്ലയൻറ്റിന് നമ്മൾ കസ്റ്റമർ അല്ലെങ്കിൽ നമ്മൾ ഗ്രാഫിക് ഡിസൈനേഴ്സ് എന്ത് ചെയ്യും, ഇത് ചെയ്ത് കൊടുക്കും. ഇത് ഗ്രാഫിക് ഡിസൈനേഴ്സ് അല്ല, ഇത് കൂടുതൽ UX ഡിസൈനേഴ്സൊക്കെ ഉണ്ട് ഇതിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആൾക്കാർ. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് UX ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ടാണ് കൂടുതൽ ഈ ആർട്ട്ബോർഡ് ടൂൾ ഉപയോഗിക്കുന്നത്. ഇത് എങ്ങനെ ഉപയോഗിക്കും എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ ഏതോ ഒരു പേജ്, എനിക്ക് പേജ് ഏതിൻ്റെ അളവൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ആർട്ട്ബോർഡ് ടൂൾ എടുക്കുന്നു. അതിനുശേഷം ഈ കസ്റ്റമിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ കുറേ ഏത് ഫോണാണെന്ന് പറഞ്ഞ് ഡിഫോൾട്ടായിട്ട് കുറേ അളവുകളുണ്ട്. ഐഫോണിൻ്റെ അളവുകളുണ്ട്, ഇല്ലെങ്കിൽ ഏതാ പറയുക, മൈക്രോസോഫ്റ്റിൻ്റെ അളവുകളുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇത് ഏതൊരു അളവാകുന്ന കാര്യം ഇപ്പോൾ ഐഫോണൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ വീണ്ടും iPhone XL ഒന്ന് ക്ലിക്ക് ചെയ്യുവാണ്. അപ്പോൾ അളവ് മാറിയിട്ടുണ്ട്. അതല്ല അളവ് മാറിയിട്ടില്ല എന്നൊന്നും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ വേറൊന്നും കൊടുക്കാം. കണ്ടോ, റെറ്റിനെ ക്ലിക്ക് ചെയ്യാൻ നേരം മാറി. അതല്ല, നിങ്ങൾക്ക് ഒരളവ് കൊടുക്കണം, നിങ്ങളുടെ ഫോൺ അതൊന്നുമല്ല, നിങ്ങളുടെ ഫോൺ വേറെ ഏതെങ്കിലുമാണ്, വേറെ അളവ് കൊടുക്കണമെങ്കിൽ ഇവിടെ വീതിയും കൊടുക്കാം, നീളവും കൊടുക്കാം. നിങ്ങളുടെ ഫോണിൻ്റെ നീളവും വീതിയും നിങ്ങൾക്കറിയില്ല എത്ര പിക്സൽസിലാണ്, ജസ്റ്റ് നെറ്റിൽ സെർച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഗൂഗിൾ Pixel 7ൻ്റെ റെസൊല്യൂഷൻ എത്രയാണ്, അല്ലെങ്കിൽ സൈസ് എത്രയാണെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ തന്നെ കൂടുതൽ മുമ്പോട്ടോ നമുക്ക് താഴോട്ടോ മുകളിലേക്കോ വലത്തോട്ടോ ഇടത്തോട്ടോ ഒക്കെ നമുക്ക് അതേ പേജ് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതെല്ലാം നമുക്കായിട്ട് ഡ്രാഗ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയും ഡ്രാഗ് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാവുന്നതാണ് എത്ര ആർട്ട്ബോർഡുകൾ വരുന്നു. ആ ആർട്ട്ബോർഡിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്ത് പോകാം. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ എങ്ങനെ ഡിസൈൻ ചെയ്യുമെന്ന് പറയാം. ഇപ്പോൾ തൽക്കാലം ആർട്ട്ബോർഡ് ടൂൾ എന്തിനാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ.